പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവം. പരിപ്പ് പൊടി കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചോ വെളിച്ചെണ്ണ ഒഴിച്ചോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. നമ്മൾ എവിടേക്കെങ്കിലും പോയി വന്ന് കഴിഞ്ഞിട്ട് ഒന്നും വയ്ക്കാൻ പറ്റാത്ത ദിവസം ഈ കുറച്ച് ചോറെടുത്ത് ഈ പരിപ്പൊടിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് തൂരപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 5 കൊല്ലമുളക്, അല്പം കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് സ്പൂൺ കണക്കൊന്നും വേണ്ട, കുറച്ച് ഇത്രയും വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കായപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ പരിപ്പൊടിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കറിവേപ്പിലയും മുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചീനച്ചട്ടിയിലേക്ക്. ഞാൻ നേരത്തെ ചട്ടി വച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിൽ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടാം, മുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില. ഇതൊന്ന് പതുക്കെ ചൂടാവട്ടെ. ഫ്ലെയിം എപ്പോഴും കുറച്ചിടണം കേട്ടോ. മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം. ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക, കുരുമുളക് ചേർത്ത് കൊടുക്കുക, ജീരകം എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കുക. ഓയിൽ ഇടാനേ പാടുള്ളൂ. ഫ്ലെയിം കരിയാൻ പാടില്ല. വെളുത്തുള്ളി ഇതിൻ്റെ ഒപ്പം ചേർന്ന് പൊടിഞ്ഞോളും കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇപ്പോൾ വെളുത്തുള്ളി എങ്ങനെയാണ് പൊടിയാണ്. വെളുത്തുള്ളി ചൂടായി, ഇതും കൂടെ ചൂടായി കഴിയുമ്പോൾ ഏറ്റവും എളുപ്പത്തിലുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പറ്റിയതാണ്. ചോറിൻ്റെ ഒപ്പം കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട്, ഈ പരിപ്പൊടി ഇട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആണേനും ഹെൽത്തി ആണേനും. നന്നായിട്ട് മൂക്കട്ടെ. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മൂത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർക്കാവൂ കേട്ടോ. പിന്നെ അല്പം കായപ്പൊടി, കുറച്ച് മതി, ടേസ്റ്റിന് മാത്രം. ആ ഫ്ലേവർ ഉണ്ടാവാൻ മാത്രം മതി. ഇനി ഇത് ആറിയിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പരിപ്പിന് ഇത്രയും പരിപ്പൊടിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് ചോറെടുക്കുക, ഈ പരിപ്പൊടി അതിലേക്ക് ചേർക്കുക, 1 സ്പൂൺ പരിപ്പൊടി എടുക്കുക, കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറച്ച് നമുക്ക് ചോറുണ്ണാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുരുമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മുളക് അല്പം ചേർക്കാം. എന്നാലും വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ള പരിപ്പൊടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിനും ഇത് മാത്രം മതി കൂട്ടി കഴിക്കാനായിട്ട്. നെയ്യ് കൂട്ടേണ്ടതായിരിക്കും കൂടുതൽ ടേസ്റ്റ്, എന്നാലും വെളിച്ചെണ്ണയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പരിപ്പൊടി എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. കാരണം ഇതിൽ നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടില്ല, എല്ലാ ചേരുവകളും കൂടി വറുത്തെടുക്കുക ചെയ്തത്. അതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ